Coulomb's law. Coulomb's law is a fundamental law in electrostatics. According to Coulomb's law, the force of attraction or repulsion between two electric charges is directly proportional to the product of the charges and inversely proportional to the square of the distance between them. ഇലക്ട്രിക് ചാർജസിൻ്റെ പ്രോപ്പർട്ടീസിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ലൈക്ക് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ്. എ പോസിറ്റീവ് ചാർജ് attracts negative charge. Two positive charges repel each other and two negative charges repel each other. നമുക്ക് വിശദമായി നോക്കാം. Consider two charges Q1 and Q2 separated by a distance r apart. Let F be the force between them. Then according to Coulomb's law, F is directly proportional to Q1 into Q2 and F is inversely proportional to square of the distance between them. That is, F is proportional to Q1 into Q2 and F is proportional to 1 by r square. Combining these two, we can write F is equal to K into Q1 into Q2 by r square, where K is a constant. ഇവിടെ K എന്ന് പറയുന്നത് ഈ ചാർജസ് വെച്ചിരിക്കുന്ന മീഡിയവുമായി ബന്ധപ്പെട്ട കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ്, അത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആകാം, റിപ്പൽഷൻ ആകാം. ഈ ഫോഴ്സ് മൂന്ന് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒന്ന്, ചാർജുകളുടെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. രണ്ടാമത്, ചാർജുകൾ തമ്മിലുള്ള അകലത്തിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. മൂന്നാമത്, ചാർജുകൾ വെച്ചിരിക്കുന്ന മീഡിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. K is equal to 1 by 4 pi epsilon, where epsilon is called permittivity of the medium between the charges. ഇവിടെ Kയുടെ വാല്യൂ 1 by 4 pi epsilon ആണ്. Epsilon എന്നാൽ permittivity of the medium between the charges. ചാർജസ് വെച്ചിരിക്കുന്ന മീഡിയവുമായി ബന്ധപ്പെട്ട ഒരു കോൺസ്റ്റന്റ് ആണ് പെർമിറ്റിവിറ്റി. അപ്പോൾ കെയുടെ ഭാഗത്ത് 1 by 4 pi epsilon എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon ഇൻറ്റു Q1 Q2 by r സ്ക്വയർ എന്നാകും. ഇവിടെ എപ്സിലോൺ എന്നുള്ളത് പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം എന്നുള്ളത് epsilon 0 into epsilon r എന്ന് എഴുതാം. Where epsilon 0 is the permittivity in free space or vacuum and epsilon r is the relative permittivity of the medium with respect to vacuum. അപ്പോൾ ഇക്വേഷൻ 1 F equal to 1 by 4 pi epsilon into Q1 Q2 by r square എന്നത് എപ്സിലോണിൻ്റെ ഭാഗത്ത് എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു 1 by 4 pi എപ്സിലോൺ 0 എപ്സിലോൺ ആർ ഇൻറ്റു Q1 Q2 by r സ്ക്വയർ എന്ന് കിട്ടുന്നതാണ്. അത് ഇക്വേഷൻ 2. എപ്സിലോൺ ആർ എന്നാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി, അത് വാക്വത്തിൽ അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ വാക്വത്തിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതിയാൽ എഫ് ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 ഇൻറ്റു Q1 Q2 by r സ്ക്വയർ എന്നാകും. ഇക്വേഷൻ 3 എഫ് ഈക്വൽ ടു 1 by 4 pi epsilon 0 Q1 Q2 by r സ്ക്വയർ. ഇക്വേഷൻ 3. എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ഓഫ് വാക്വം
അതിൻ്റെ വാല്യൂ 8.85 ഇൻറ്റു 10⁻⁻12 ഫാരഡ് പെർ മീറ്റർ. അബ്സിലോൺ സീറോൻ്റെ വാല്യൂ 8.85 ഇൻറ്റു 10⁻12 അതിൻ്റെ യൂണിറ്റാണ് ഫാരഡ് പെർ മീറ്റർ. അത് നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/4π അബ്സിലോൺ സീറോയ്ക്ക് 1/4 ഇൻറ്റു 3.14 ഇൻറ്റു 8.85 ഇൻറ്റു 10⁻12 എന്ന് കൊടുത്താൽ അത് നിയർലി അതിൻ്റെ വാല്യൂ 9 ഇൻറ്റു 10⁻9 മീറ്റർ പെർ ഫാരഡ് ആകുന്നതാണ്. അപ്പോൾ എഫിൻ്റെ ഇക്വേഷൻ 9 ഇൻറ്റു 10⁻9 Q1 Q2 ബൈ R² എന്നാകും. ഇക്വേഷൻ 4. ഇത് ഫ്രീ സ്പേസിലെ ഇക്വേഷനാണ്. എഫ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁻9 ഇൻറ്റു Q1 Q2 ബൈ R². ഇവിടെ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 9 ഇൻറ്റു 10⁻9 എന്നായി. ഇനി ഒരു മീഡിയത്തിലാണെങ്കിൽ നമുക്ക് എഫ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁻9 ബൈ അപ്സിലോൺ ആർ ഇൻറ്റു Q1 Q2 ബൈ R² എന്ന് എഴുതാം. പെർമിറ്റിവിറ്റി എന്താണ്? പെർമിറ്റിവിറ്റി എന്ന് നമുക്ക് നോക്കാം. പെർമിറ്റിവിറ്റി ഈസ് എ കോൺസ്റ്റന്റ് ഫോർ എ മീഡിയം. Its value is different for different media. On the basis of the values of permittivity, we can divide the media into 3. They are: number 1, vacuum or air; number 2, dielectrics or insulators; number 3, conductors. പെർമിറ്റിവിറ്റിയുടെ വാല്യൂ അനുസരിച്ച് നമുക്ക് മീഡിയത്തിനെ 3ആയി തരംതിരിക്കാം. ഒന്ന് വാക്വം അല്ലെങ്കിൽ എയർ, 2 ഡയലക്ട്രിക്സ് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ്, 3 കണ്ടക്ടേഴ്സ്. ഇതിൽ വാക്വം ഓർ എയറിനാണ് പെർമിറ്റിവിറ്റി ഏറ്റവും കുറവ്. ഡയലക്ട്രിക്സ് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സിന് വാക്വത്തിനേക്കാളും അല്ലെങ്കിൽ എയറിനേക്കാളും പെർമിറ്റിവിറ്റി കൂടുതലാണ്. കണ്ടക്ടേഴ്സിന് പെർമിറ്റിവിറ്റി ഇൻഫിനിറ്റിയാണ്. Permittivity of vacuum is less than the permittivity of the dielectrics, and permittivity of dielectrics is less than the permittivity of conductors. Permittivity of vacuum epsilon 0 is equal to 8.85 into 10⁻12 farad per meter. For higher values of permittivity of medium, the electrostatic force between two charges is smaller. That is, F proportional to 1 by epsilon. Coulomb's law il force in the equation F is equal to 1/4π epsilon Q1 Q2 by R² എന്നാണ് നമ്മൾ കണ്ടു. ഇവിടെ അബ്സിലോൺ വരുന്നത് ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ ഫോഴ്സ് is inversely proportional to the value of epsilon. ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി കൂടുന്തോറും രണ്ട് ചാർജുകൾ, ആ മീഡിയത്തിൽ വെച്ചിരിക്കുന്ന രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കുറയുന്നു. അപ്പോൾ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഏറ്റവും കൂടുതൽ വാക്വത്തിലായിരിക്കും. അതേ ചാർജുകൾ ഒരു ഡയലക്ട്രിക് മീഡിയത്തിൽ വയ്ക്കുകയാണെങ്കിൽ അവ തമ്മിലുള്ള ഫോഴ്സ് കുറവായിരിക്കും. അതേ രണ്ട് ചാർജുകൾ ഒരു കണ്ടക്ടർ മീഡിയത്തിൽ വയ്ക്കുകയാണെങ്കിൽ അവ തമ്മിലുള്ള ഫോഴ്സ് 0 ആയിരിക്കും. യൂണിറ്റ് ഓഫ് പെർമിറ്റിവിറ്റി ഇൻ SI ഈസ് ഫാരഡ് പെർ മീറ്റർ ഓർ കൂളോം സ്ക്വയർ ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇവിടെ ഫാരഡ് എന്ന് പറഞ്ഞാൽ കൂളോം പെർ വോൾട്ട് ആണ്. ഫാരഡ് കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റാണ്. നമുക്കിനി പഠിക്കാനുള്ള കപ്പാസിറ്റേഴ്സ് എന്ന ഡിവൈസിൽ കപ്പാസിറ്റേഴ്സിൻ്റെ ഒരു എബിലിറ്റി കപ്പാസിറ്റൻസ് എന്ന പേരിൽ നമ്മൾ മെഷർ ചെയ്യുന്നു. ഈ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റാണ് ഫാരഡ് ഈക്വൽ ടു കൂളോം പെർ വോൾട്ട്. പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് ഫാരഡ് പെർ മീറ്റർ ആണ്. മറ്റൊരു യൂണിറ്റ് കൂളോം സ്ക്വയർ ബൈ ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ സ്ക്വയർ.
നമുക്ക് പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് കാണാൻ കൂളോംസ് ലോ എഫ് ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ Q1 Q2 by R² എന്ന ഇക്വേഷനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ എപ്സിലോൺ ഈസ് ഈക്വൽ ടു Q1 ഇൻറ്റു Q2 ഡിവൈഡ് ബൈ എഫ് ഇൻറ്റു 4π R² എന്ന് കിട്ടും. അതിൽ ന്യൂമറേറ്ററായിട്ട് Q1 ഇൻറ്റു Q2, അപ്പോൾ കൂളോം സ്ക്വയർ ഡിവൈഡ് ബൈ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, 4π R²ൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പോൾ കൂളോം സ്ക്വയർ ഡിവൈഡ് ബൈ ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ സ്ക്വയർ എന്ന് കിട്ടുന്നതാണ്. അപ്പോൾ പെർമിറ്റിവിറ്റിയുടെ SI-യിലുള്ള യൂണിറ്റാണ് ഫാരഡ് പെർ മീറ്റർ. അത് കൂളോം സ്ക്വയർ ഡിവൈഡ് ബൈ ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ സ്ക്വയർ കൂടിയാണ്. Permittivity of a medium can be written as a multiple of permittivity of vacuum and relative permittivity. That is, epsilon is equal to epsilon 0 into epsilon r. Here epsilon 0 is the permittivity of vacuum or air and epsilon r is the relative permittivity. അപ്പോൾ ഇതിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്താ നമുക്ക് നോക്കാം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ ഈസ് എ മിയർ നമ്പർ. ഇറ്റ് ഹാസ് നോ യൂണിറ്റ് ഓർ ഡയമെൻഷൻ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദി മീഡിയം. അപ്പോൾ പെർമിറ്റിവിറ്റി എപ്സിലോൺ, പെർമിറ്റിവിറ്റി ഓഫ് വാക്വം എപ്സിലോൺ 0 എന്നിവയ്ക്ക് യൂണിറ്റ് ഉണ്ട്. അത് ഫാരഡ് പെർ മീറ്റർ ആണ്. അതേസമയം എപ്സിലോൺ ആർ ഒരു മിയർ നമ്പറാണ്. അതിന് യൂണിറ്റ് ഇല്ല, ഡയമെൻഷൻ ഫോർമുലയുമില്ല. എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. അതായത് ഒരു മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നാൽ ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി ഡിവൈഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. വാക്വത്തിൻ്റെ പെർമിറ്റിവിറ്റിയുടെ എത്ര മടങ്ങാണ് തന്നിരിക്കുന്ന മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി എന്ന് കാണിക്കുന്ന ഒരു നമ്പറാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഫോർ വാട്ടർ എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു 80. ഫോർ വാക്വം എപ്സിലോൺ ആർ ഈക്വൽ ടു 1. ഫോർ പേപ്പർ എപ്സിലോൺ ആർ ഈക്വൽ ടു 3.5. ഫോർ മൈക്ക എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു 5.4. ഫോർ സിലിക്കൺ epsilon r equal to 12. For metals, epsilon r equal to infinity. അപ്പോൾ വാട്ടറിൻ്റെ എപ്സിലോൺ ആർ 80 ആണ് എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ പെർമിറ്റിവിറ്റി വാക്വത്തിൻ്റെ പെർമിറ്റിവിറ്റിയുടെ 80 മടങ്ങാണ്. അതായത് വാട്ടറിൻ്റെ പെർമിറ്റിവിറ്റി 80 ഇൻറ്റു 8.85 ഇൻറ്റു 10⁻12 ഫാരഡ് പെർ മീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ പേപ്പറിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി 3.5 ആണ്. അപ്പോൾ പേപ്പറിൻ്റെ പെർമിറ്റിവിറ്റി 3.5 ഇൻറ്റു 8.85 ഇൻറ്റു 10⁻12 ഫാരഡ് പെർ മീറ്റർ ആയിരിക്കും. ഇത്തരത്തിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കിട്ടിയാൽ ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് permittivity is very small for vacuum. Permittivity of dielectric materials will be greater than that of vacuum but a finite value. Permittivity of all conductors is infinity. കൂളോംസ് ലോ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് 4 microcoulomb and -6 microcoulomb separated by a distance 3 cm apart in vacuum. രണ്ട് ചാർജുകൾ 4 മൈക്രോകൂളോം -6 മൈക്രോകൂളോം എന്നിവ 3 സെന്റിമീറ്റർ അകലത്തിൽ വാക്വത്തിൽ വെച്ചിരിക്കുന്നു. അവ തമ്മിലുള്ള ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. We have F equal to 9 into 10⁹ into Q1 Q2 by R² in vacuum. വാക്വത്തിൽ കോൺസ്റ്റന്റ് 9 into 10⁹ ആണ്.
അപ്പോൾ F equal to 9 into 10 raised to 9 into Q1 Q2 by R square എന്ന ഇക്വേഷനിൽ Q1 is equal to 4 microcoulomb equal to 4 into 10 raised to minus 6 coulomb. Q2 is equal to minus 6 microcoulomb is equal to minus 6 into 10 raised to minus 6 coulomb. R equal to 3 centimeter equal to 3 into 10 raised to minus 2 meter. എന്നിവ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ F is equal to minus 240 Newton എന്ന് കിട്ടും. The negative sign indicates that the force is attractive. Q1 ഉം Q2 ഉം അൺലൈക്ക് ചാർജസ് ആണ്, അവ തമ്മിൽ അട്രാക്ട് ചെയ്യും. നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത് അട്രാക്ഷനും, ഈ പോസിറ്റീവ് സൈൻ ആയിരുന്നുവെങ്കിൽ അത് റിപ്പൽഷനെയും സൂചിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, force of attraction between two charges is found to be 20 Newton in vacuum and 5 Newton in a medium. Find the relative permittivity of the medium. മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ് നമുക്ക് കാണേണ്ടത്. അബ്സിലോൺ ആർ ഈക്വൽ ടു എഫ് വാക്വം ബൈ എഫ് മീഡിയം. നമുക്കറിയാം എഫ് വാക്വം എന്നാൽ 1/4 അബ്സിലോൺ 0 ഇൻറ്റു Q1 Q2 by R square ആണ്. F മീഡിയം 1/4 അബ്സിലോൺ 0 അബ്സിലോൺ R Q1 Q2 by R square. F വാക്വം ബൈ എഫ് മീഡിയം എന്ന് ചെയ്താൽ സിമിലർ ടേംസ് എല്ലാം മുകളിലും താഴെയും വെട്ടി കളയുമ്പോൾ അബ്സിലോൺ ആർ മുകളിലേക്ക് വരും. അപ്പോൾ അബ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു എഫ് വാക്വം ബൈ എഫ് മീഡിയം എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതിൽ എഫ് വാക്വം തന്നിരിക്കുന്നത് 20 ന്യൂട്ടൺ, എഫ് മീഡിയം തന്നിരിക്കുന്നത് 5 ന്യൂട്ടൺ. 20/5 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടുന്നതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ദ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് ഫൗണ്ട് ടു ബി 10 Newton in a medium and 30 Newton in another medium. Find the ratio of their relative permittivity. ഇവിടെ രണ്ട് വ്യത്യസ്ത മീഡിയം ആണ് തന്നിരിക്കുന്നത്. അതിൽ ഒരു മീഡിയത്തിൽ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് 10 ന്യൂട്ടൺ, മറ്റൊരു മീഡിയത്തിൽ അതേ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് 30 ന്യൂട്ടൺ 13 ന്യൂട്ടനുമാണ്. എങ്കിൽ അവയുടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അവയുടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി റേഷ്യോ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അബ്സിലോൺ R1 ബൈ അബ്സിലോൺ R2, ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അബ്സിലോൺ R1 ഡിവൈഡ് ബൈ സെക്കൻഡ് മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അബ്സിലോൺ R2. അബ്സിലോൺ R1 ബൈ അബ്സിലോൺ R2 ഈസ് ഈക്വൽ ടു F2 ബൈ F1 എന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ F2വിൻ്റെ ഭാഗത്ത് 30 ന്യൂട്ടനും F1ൻ്റെ ഭാഗത്ത് 10 ന്യൂട്ടനും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അബ്സിലോൺ R1 ബൈ അബ്സിലോൺ R2 ഈസ് ഈക്വൽ ടു F2 ബൈ F1 ഈസ് ഈക്വൽ ടു 30/10 എന്ന് കിട്ടും. ദറ്റ് ഈസ് അബ്സിലോൺ R1 ഈസ് ടു അബ്സിലോൺ R2 ഈസ് ഈക്വൽ ടു 3:1. Forces among many charges. Superposition principle. According to superposition principle, the total force acting on a single charge by a system of charges is equal to the vector sum of the forces acting by individual charges. ഒരു വസ്തുവിൽ ഒന്നിലധികം ഫോഴ്സുകൾ പ്രയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ വസ്തുവിൽ അനുഭവപ്പെടുന്നത് അതിൽ പ്രയോഗിക്കപ്പെടുന്ന വിവിധ ഫോഴ്സുകളുടെ റിസൾട്ടൻ്റ് ഫോഴ്സ് ആയിരിക്കും. അതുപോലെ Q1 എന്നൊരു ചാർജിന് സമീപം Q2, Q3, Q4 എന്നിങ്ങനെ വിവിധ ചാർജുകൾ ഉണ്ടെങ്കിൽ അവ ഓരോന്നും Q1ൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പ്രയോഗിക്കുന്നു. Q1ൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് Q2, Q3, Q4 എന്നിങ്ങനെ ഉള്ള ചാർജുകൾ പ്രയോഗിക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സുകളുടെ വെക്ടർ സം ആയ റിസൾട്ടൻ്റ് ഫോഴ്സ് ആയിരിക്കും. ഇതാണ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. കൺസിഡർ n charges Q1, Q2, Q3
etc. Qn placed in a medium. If vector F12, vector F13, vector F14, etc. vector F1n are the forces acting on Q1 by Q2, Q3, Q4, etc. Qn respectively, then the total force acting on Q1 by all other charges is given by vector F is equal to vector F12 plus vector F13 plus vector F14 plus etc. plus vector F1n. ഇത് നമുക്ക് വിശദമായി മനസ്സിലാക്കാൻ ഒരു ചിത്രം പരിശോധിക്കാം. ഇവിടെ Q1, Q2, Q3 എന്നിങ്ങനെ n ചാർജസ് ഉണ്ട്. Q1ൽ Q2 പ്രയോഗിക്കുന്ന ഫോഴ്സ് വെക്ടർ F12, Q1ൽ Q3 പ്രയോഗിക്കുന്ന ഫോഴ്സ് വെക്ടർ F13, Q1ൽ Q4 പ്രയോഗിക്കുന്ന ഫോഴ്സ് വെക്ടർ F14. അങ്ങനെ Q1ൽ Qn പ്രയോഗിക്കുന്ന ഫോഴ്സ് വെക്ടർ F1n എന്നിങ്ങനെ ആണെങ്കിൽ Q1ൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് വെക്ടർ F ഈക്വൽ ടു വെക്ടർ F12 പ്ലസ് വെക്ടർ F13 പ്ലസ് വെക്ടർ F14 പ്ലസ് എക്സിട്ര പ്ലസ് വെക്ടർ F1n ആയിരിക്കും. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു എക്സാമ്പിൾ പരിശോധിക്കാം. ചിത്രത്തിൽ പ്ലസ് Q1 എന്നൊരു ചാർജ് ഉണ്ട്. അതിന് സമീപം പ്ലസ് Q1ന് സമീപത്തായി R12 എന്ന ദൂരത്തിൽ പ്ലസ് Q2 എന്നൊരു ചാർജ് വെച്ചിരിക്കുന്നു. പ്ലസ് Q1ൽ നിന്ന് R13 എന്ന ദൂരത്തിൽ പ്ലസ് Q3 എന്നൊരു ചാർജ് വെച്ചിരിക്കുന്നു. പ്ലസ് Q1ൽ നിന്ന് R14 എന്ന ദൂരത്തിൽ മൈനസ് Q4 എന്നൊരു ചാർജും വെച്ചിരിക്കുന്നു. അപ്പോൾ Q1ൽ Q2 പ്രയോഗിക്കുന്ന ഫോഴ്സ് അത് നമുക്ക് വെക്ടർ F12 എന്ന് എഴുതാം. അതിൻ്റെ ഡയറക്ഷൻ Q2വിൽ നിന്ന് എവേ ആയിരിക്കും. അതായത് Q1ഉം Q2ഉം ലൈക്ക് ചാർജസ് ആയതുകൊണ്ട് അവ തമ്മിലുള്ള ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ Q2 Q1ൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് എവേ ഫ്രം Q2 ആയിരിക്കും. അതവിടെ ചിത്രത്തിൽ വെക്ടർ F12 എന്ന വെക്ടറായി കാണിച്ചിട്ടുണ്ട്. അതുപോലെ പ്ലസ് Q1ൽ പ്ലസ് Q3 പ്രയോഗിക്കുന്ന ഫോഴ്സ് വെക്ടർ F13. Q1ഉം Q3യും ലൈക്ക് ചാർജസ് ആയതുകൊണ്ട് Q3 Q1ൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് എവേ ഫ്രം Q3 ആയിരിക്കും. അത് വെക്ടർ F13 എന്നൊരു വെക്ടറായി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. Q1ൽ മൈനസ് Q4 പ്രയോഗിക്കുന്ന ഫോഴ്സ് വെക്ടർ F14. ഇത് അട്രാക്റ്റീവ് ഫോഴ്സാണ്. Q1, Q4 എന്നിവ അൺലൈക്ക് ചാർജസ് ആണ്. അപ്പോൾ Q1ൽ Q4 പ്രയോഗിക്കുന്ന ഫോഴ്സ് ടുവേഴ്സ് Q4 ആയിരിക്കും. അത് വെക്ടർ F14 എന്ന് വെക്ടറായി കാണിച്ചിട്ടുണ്ട്. ഇനി പ്ലസ് Q1ൽ അനുഭവപ്പെടുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് കണക്കാക്കുന്നതിന് വേണ്ടി നമുക്ക് വെക്ടർ ഡയഗ്രാം മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ പ്രകാരം നമ്മൾ ഇവിടെ വെക്ടർ F12 എന്ന വെക്ടറിനെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്ത് ഒരു ഭാഗത്ത് വരച്ചിട്ടുണ്ട്. വെക്ടർ F12വിൻ്റെ ടിപ്പിൻ്റെ നേരെ വെക്ടർ F13യുടെ ടെയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. വെക്ടർ F13യുടെ ടിപ്പിൻ്റെ ഭാഗത്ത് വെക്ടർ F14ൻ്റെ ടെയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ഇത്തരത്തിൽ വെക്ടർ F12, വെക്ടർ F13, വെക്ടർ F14 എന്നിവയെ ടെയിൽ ടു ഹെഡ് മാനർ, അതായത് സെയിം ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ മൂന്ന് ഫോഴ്സുകളുടെ റിസൾട്ടൻ്റ് ഫോഴ്സ് പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ പ്രകാരം വെക്ടർ F12വിൻ്റെ ടെയിലിൽ നിന്ന് ആരംഭിച്ച് വെക്ടർ F14ൻ്റെ ഹെഡിൽ അവസാനിക്കുന്ന വെക്ടർ ആയിരിക്കും. അത് വെക്ടർ F എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വെക്ടർ F ആണ് വെക്ടർ F12, വെക്ടർ F13, വെക്ടർ F14 എന്നിവയുടെ റിസൾട്ടൻ്റ് ഫോഴ്സ്. ഈ ഫോഴ്സാണ് പ്ലസ് Q1ൽ
അനുഭവപ്പെടുന്ന ഫോഴ്സ് വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു വെക്ടർ F12 പ്ലസ് വെക്ടർ F13 പ്ലസ് വെക്ടർ F14. ഇതിൽ വെക്ടർ F12, വെക്ടർ F13, വെക്ടർ F14 എന്നിവ കണ്ടെത്താൻ കൂളോംസ് ലോ ഉപയോഗിക്കാം. വെക്ടർ F12 ഈസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ ഇൻറ്റു Q1 Q2 ബൈ R12 സ്ക്വയർ R12 ക്യാപ്പ്. R12 ക്യാപ്പ് യൂണിറ്റ് വെക്ടറാണ്. അത് വെക്ടർ F12ൻ്റെ ഡയറക്ഷനെ കാണിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് കൂളോംസ് ലോ ഇൻ വെക്ടർ ഫോം ആണ്. അതുപോലെ വെക്ടർ F13 ഈസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ ഇൻറ്റു Q1 Q2 ബൈ R13 സ്ക്വയർ ഇൻറ്റു R13 ക്യാപ്പ്. വെക്ടർ F14 ഈസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ ഇൻറ്റു Q1 Q2 ബൈ R14 സ്ക്വയർ ഇൻറ്റു R14 ക്യാപ്പ്. അപ്പോൾ വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു വെക്ടർ F12 പ്ലസ് വെക്ടർ F13 പ്ലസ് വെക്ടർ F14 ഈസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ ഇൻറ്റു Q1 Q2 ബൈ R12 സ്ക്വയർ ഇൻറ്റു R12 ക്യാപ്പ് പ്ലസ് 1/4 എപ്സിലോൺ ഇൻറ്റു Q1 Q2 ബൈ R13 സ്ക്വയർ Q1 Q3 ബൈ R13 സ്ക്വയർ ഇൻറ്റു R13 ക്യാപ്പ് പ്ലസ് 1/4 എപ്സിലോൺ ഇൻറ്റു Q1 Q4 ബൈ R14 സ്ക്വയർ ഇൻറ്റു R14 ക്യാപ്പ്. നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആയി ബന്ധപ്പെട്ട് ചില ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. 2 ഫിക്സഡ് പോസിറ്റീവ് ചാർജസ് +4 മൈക്രോ കൂളോം ആൻഡ് +1 മൈക്രോ കൂളോം ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 6 centimeter. Where should a third point charge be placed for it to be in equilibrium? ഇവിടെ +4 മൈക്രോ കൂളോം +1 മൈക്രോ കൂളോം എന്നീ രണ്ട് ചാർജുകൾ 6 സെൻറ്റിമീറ്റർ സെപ്പറേഷനിൽ വെച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു മൂന്നാമത്തെ ഒരു ചാർജിനെ നമുക്ക് വെക്കാൻ സാധിക്കും. ആ മൂന്നാമത്തെ ചാർജിൽ പ്രയോഗിക്കപ്പെടുന്ന ഫോഴ്സ് 0 ആയിരിക്കണം. അതാണ് ആ ചാർജ് വെക്കുമ്പോൾ അതൊരു ഇക്വിലിബ്രിയം പൊസിഷനിലായിരിക്കണം. അതിൽ അനുഭവപ്പെടുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. അപ്പോൾ ഇവിടെ രണ്ട് ലൈക്ക് ചാർജസ് ആണ്. രണ്ട് ലൈക്ക് ചാർജസ് ആണെങ്കിൽ ഇവയ്ക്ക് ഇടയ്ക്ക് ഒരു പൊസിഷനായിരിക്കും മറ്റേ മൂന്നാമത്തെ ഒരു ചാർജ് വയ്ക്കുമ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനായി വരുന്നത്. +1 മൈക്രോ കൂളോം +1 മൈക്രോ കൂളോം എന്നിവ കൂട്ടിയോജിപ്പിച്ച് വരയ്ക്കുന്ന ലൈനിന് ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ +4 മൈക്രോ കൂളോം ആൻഡ് +1 മൈക്രോ കൂളോം അതിനിടയ്ക്കായിരിക്കും മൂന്നാമത്തെ ചാർജ്. മൂന്നാമത്തെ ചാർജ് പോസിറ്റീവ് നേച്ചർ ആയിക്കോട്ടെ നെഗറ്റീവ് നേച്ചർ ആയിക്കോട്ടെ, എന്നിരുന്നാലും ഈ രണ്ട് ചാർജുകൾക്കിടയ്ക്ക് ഒരു പൊസിഷനിൽ വെച്ചാലാണ് അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് 0 ആകുന്നത്. അപ്പോൾ നമുക്ക് കൂളോംസ് ലോ ഇക്വേഷൻ അതിൽ നമുക്ക് കോൺസ്റ്റന്റിന്റെ ഭാഗത്ത് K എന്ന് എഴുതിയാലും മതി. ഇവിടെ നമ്മുടെ Q എന്നൊരു ചാർജിനെ വെച്ചിരിക്കുന്ന ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. Q എന്ന ചാർജ് വെച്ചിരിക്കുന്നത് +4 മൈക്രോ കൂളോമിൽ നിന്ന് x സെൻറ്റിമീറ്റർ ദൂരത്തിലാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അത് +1 മൈക്രോ കൂളോമിൽ നിന്ന് 6 - x സെൻറ്റിമീറ്റർ ദൂരത്തിലായിരിക്കും. കാരണം +4 മൈക്രോ കൂളോമിൽ നിന്ന് +1 മൈക്രോ കൂളോമിലേക്കുള്ള ദൂരം 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ക്യൂവിൽ പ്രയോഗിക്കപ്പെടുന്ന ഫോഴ്സ് അത് +4 മൈക്രോ കൂളോം പ്രയോഗിക്കുന്ന ഫോഴ്സും +1 മൈക്രോ കൂളോം പ്രയോഗിക്കുന്ന ഫോഴ്സും അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആയിരിക്കും. ക്യൂ എന്നതൊരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ +4 മൈക്രോ കൂളോം ക്യൂവിനെ റിപ്പൽ ചെയ്യും, +1 മൈക്രോ കൂളോമും ക്യൂവിനെ റിപ്പൽ ചെയ്യും. അതേസമയം ക്യൂ ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ +4 മൈക്രോ കൂളോം ക്യൂവിനെ അട്രാക്ട് ചെയ്യും, +1 മൈക്രോ കൂളോം ക്യൂവിനെ അട്രാക്ട് ചെയ്യും. അത് ക്യൂ വെച്ചിരിക്കുന്ന ഇക്വിലിബ്രിയം പൊസിഷനിലാണെങ്കിൽ
+4 മൈക്രോ കൂളോമും +1 മൈക്രോ കൂളോമും പ്രയോഗിക്കുന്ന ഫോഴ്സുകൾ ഈക്വൽ ആയിരിക്കും. അവ ഓപ്പോസിറ്റ് ആണ്, അവ ഈക്വൽ കൂടി ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ രണ്ട് ഫോഴ്സുകളെയും ഇക്വേറ്റ് ചെയ്യാം. കെ ഇൻറ്റു 1/4πε ആണ് കെ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കെ ഇൻറ്റു 4 ഇൻറ്റു Q/x² ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു 1 ഇൻറ്റു Q/6 - x ഹോൾ സ്ക്വയർ. അതിൽ രണ്ട് ഭാഗത്തുള്ള LHSലും RHSലുള്ള കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, ക്യൂ ക്യാൻസൽ ചെയ്യാം. തുടർന്ന് നമുക്ക് കിട്ടുന്നത് 4 ഇൻറ്റു 6 - x ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു x² എന്നാണ്. 4 ഇൻറ്റു 6 - x² ഈസ് ഈക്വൽ ടു x² ഇംപ്ലൈസ് 2 ഇൻറ്റു 6 - x ഈസ് ഈക്വൽ ടു x. LHSും RHSും നമ്മൾ സ്ക്വയർ റൂട്ട് എടുത്തു. ഇംപ്ലൈസ് 3x ഈസ് ഈക്വൽ ടു 12 ഓർ x ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 6 - x 2 സെൻറ്റിമീറ്റർ കിട്ടും. അതായത് ഈ തേർഡ് ചാർജ് Q വെച്ചിരിക്കുന്നത് +4 മൈക്രോ കൂളോമിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ ദൂരത്തിലാണ്. അത് +1 മൈക്രോ കൂളോമിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ ദൂരത്തിലായിരിക്കും. അടുത്തത് 3 ഈക്വൽ ചാർജസ് 2 into 10⁻⁻⁶ coulomb each are held fixed at the 3 corners of an equilateral triangle of side 5 cm. Find the coulomb force experienced by one of the charge due to the rest 2. ഇവിടെ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഉള്ള, അതായത് 2 into 10⁻⁶ കൂളോം വീതമുള്ള 3 ചാർജുകൾ, അത് Q എന്നാണ് നമ്മളിവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. Q എന്ന് 3 Q ചാർജുകൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 കോർണറുകളായി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് ലെങ്ത് 5 സെൻറ്റിമീറ്ററായി തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ചാർജിൽ ബാക്കി 2 ചാർജും പ്രയോഗിക്കുന്ന റിസൾട്ടൻ്റ് ഫോഴ്സാണ് നമുക്ക് കണക്കാക്കേണ്ടത്. ഇവിടെ ഈക്വൽ ചാർജസ് ആയതുകൊണ്ട് റിപ്പൽഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ മുകളിൽ ഉള്ള ചാർജിൽ താഴെയുള്ള 2 ചാർജുകൾ പ്രയോഗിക്കുന്ന ഫോഴ്സുകളുടെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുന്ന രൂപത്തിലാണ് ചിത്രം വരച്ചിരിക്കുന്നത്. അപ്പോൾ മുകളിലെ കോർണറിലുള്ള Q എന്ന ചാർജിൽ താഴെ ഉള്ള Q ചാർജുകൾ പ്രയോഗിക്കുന്ന ഫോഴ്സുകൾ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, പക്ഷെ ഡയറക്ഷൻസ് വ്യത്യസ്തമാണ്. അപ്പോൾ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് F1 എന്നാണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 2 ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അവ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ 2 F1കൾ തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഈ 2 F1കളുടെയും കൂടെ റിസൾട്ടൻ്റ് ഫോഴ്സ് F ആണ്, ക്യൂബിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്. അപ്പോൾ ആ F നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അത് പ്രകാരം നമുക്ക് F1ൻ്റെ വാല്യൂ നമുക്ക് ആദ്യം നോക്കാം. F1ൻ്റെ മാഗ്നിറ്റ്യൂഡ് 1/4πε ഇൻറ്റു Q1 Q2/r². ഇവിടെ വാക്വം ആണ് മീഡിയം എന്ന് എടുത്തു കഴിഞ്ഞാൽ 1/4πε ഭാഗത്ത് 9 ഇൻറ്റു 10⁻⁹ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q1ൻ്റെ ഭാഗത്തും Q2ൻ്റെ ഭാഗത്തും 2 ഇൻറ്റു 10⁻⁶ എന്ന് കൊടുക്കാം. ആറിൻ്റെ ഭാഗത്ത് 5 ഇൻറ്റു 10⁻² എന്ന് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 14.4 ന്യൂട്ടൺ ആണ്. അപ്പോൾ F1ൻ്റെയും F2ൻ്റെയും മാഗ്നിറ്റ്യൂഡ് 14.4 ന്യൂട്ടൺ ആണ്. ഇനി ഈ 2 ഫോഴ്സുകൾ തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനായ R ഈസ് ഈക്വൽ ടു √P² + Q² + 2PQ cos α എന്ന രൂപത്തിലുള്ള ഇക്വേഷൻ. ഇവിടെ F ഈസ് ഈക്വൽ ടു √F1² + F1² plus 2 into F1 into F1 into cos 60 is equal to √F1² plus F1² plus F1². ഇവിടെ 2 into F1 into F1 into cos 60 എന്ന് ചെയ്യുമ്പോൾ cos 60യുടെ വാല്യൂ 1/2 ആണ്. അപ്പോൾ 2 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് √F1² plus F1² plus F1² എന്നാണ്. ഈക്വൽ ടു √3 F1² ഈക്വൽ ടു √3 into F1
ഈക്വൽ ടു √3 ഇൻറ്റു 14.4 ഈക്വൽ ടു 24.9 ന്യൂട്ടൺ. അപ്പോൾ ഇവിടെ ഏത് ചാർജിലും മറ്റ് രണ്ട് ചാർജുകൾ കാരണം അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് 24.9 ന്യൂട്ടൺ ആയിരിക്കും.